ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അത് നമ്മൾ അരിയൊന്നും അരച്ച് കൂടുതൽ സമയം വയ്ക്കാതെ എല്ലാം കൂടി ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുന്ന ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. എങ്ങനെയൊക്കെ ചെയ്തിട്ടും പാലപ്പം ശരിയായിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്തോളൂ. നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പാലപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മളൊരു പാത്രത്തിലേക്ക് 2 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഡ്ഡലി റൈസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ സാധാരണ നോർമൽ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പാണ് മെഷറിംഗ് കപ്പിൽ. കപ്പില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, നമുക്ക് ഏതെങ്കിലും ഒരു പാത്രത്തിൽ അളന്നെടുത്താലും മതി. അത് നല്ലതുപോലെ കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 1 കപ്പ് ചോറാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇതുപോലെ 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്കൊരു 1/4 സ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈസ്റ്റ് എടുക്കുമ്പോൾ പുതിയത് നോക്കി എടുക്കുക കേട്ടോ. പഴയതാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ആക്ടിവേറ്റ് ആയിട്ട് കിട്ടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതേ മെഷറിംഗ് കപ്പിലാണ് കേട്ടോ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാനത് 1 കപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ തേങ്ങ വെള്ളം ഉണ്ടെങ്കിൽ അതൊരു 1/4 കപ്പ് കാണുകയാണെങ്കിൽ അതിൽ ബാക്കി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ വെള്ളം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ 2 കപ്പ് വെള്ളമാണ് നമ്മളിപ്പോൾ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളം ഒരുപാട് ഒഴിച്ച് കൊടുക്കരുത്. ഇപ്പോൾ ഇത് കറക്റ്റ് പാകമാണ്. ഇനി നമുക്ക് ആവശ്യമെങ്കിൽ അരച്ചെടുക്കുന്ന സമയത്ത് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഫെർമെൻ്റായിട്ട് കിട്ടാനായിട്ട് അടച്ച് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഒരു 3 മണിക്കൂർ ആകുമ്പോഴേക്കും തന്നെ ഇത് നന്നായിട്ട് റെഡി ആയിട്ട് കിട്ടും. അതിനുശേഷം അരച്ചെടുക്കാം. അല്ല നിങ്ങൾ ഓവർനൈറ്റാണ് വെക്കുന്നതെങ്കിൽ രാവിലെ അരച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ അരച്ചെടുക്കാൻ പോകുന്നത്. നമ്മുടെ ഈസ്റ്റൊക്കെ നന്നായിട്ട് ആക്ടിവേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുക്കാനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ബാച്ചായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ബാച്ച് അതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം വേറെ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിലുള്ള ഈ ഒരു വെള്ളത്തിൽ തന്നെ നമുക്ക് അരച്ചെടുത്താൽ മതി. അപ്പോൾ അത് ആദ്യ ബാച്ച് ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള അരിയും ഇതുപോലെ തന്നെ അരച്ചെടുക്കാം. ഇതിപ്പോൾ നമുക്ക് ഫെർമെൻ്റ് ആകാൻ ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ കുറച്ച് സമയം വെച്ചിട്ട് അരച്ചെടുത്തിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും കേട്ടോ. അത് നമ്മൾ അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ മുൻപ്. അപ്പോൾ ആവശ്യമുള്ള ഉപ്പ് കൂടി ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ഈ ഒരു 2 കപ്പ് കറക്റ്റ് അളവാണ് കേട്ടോ. ഇനി നമുക്കിത് ഫെർമെൻ്റ് ആകാനായിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം. 1.5 to 2 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് റെഡിയായിട്ട് കിട്ടും. കുറച്ച് തണുപ്പുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ നമ്മുടെ മാവ് ഇതാ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് അങ്ങോട്ട് കുത്തി ഇളക്കാതെ ജസ്റ്റ് ഇത് അതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് പാലപ്പം ഉണ്ടാക്കിയെടുക്കാം. ഓവർനൈറ്റ് നമ്മൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് രാവിലെ നേരത്തെ എണീറ്റ് അരച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനെ കറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പെട്ടെന്ന് റെഡിയാക്കി എടുക്കണമെങ്കിൽ നമുക്കൊരു 2-3 മണിക്കൂർ ഇതുപോലെ എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം അരച്ചെടുത്ത് ഒരു 2 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് പാലപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പം നമ്മൾ പാലപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു 1.5 തവി മാവാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ ബബിൾസൊക്കെ വരുന്ന സമയത്ത് വേണം നമ്മളിതൊന്ന് അടച്ച് വയ്ക്കാനായിട്ട്. അടച്ച് വെച്ച് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ പാലപ്പം റെഡിയായിട്ട് കിട്ടും. അപ്പോൾ അളവുകളൊക്കെ കറക്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പം നമുക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് എടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം തന്നെ നമ്മളിതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന പച്ചരിക്കനുസരിച്ച് ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവിലൊക്കെ ഒന്ന് വ്യത്യാസം വരാം. എങ്കിലും ഒരുപാട് അങ്ങോട്ട് വെള്ളം ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു പറയുന്ന അളവ് കറക്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമ്മുടെ പാലപ്പം എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് ചേർത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പാലപ്പം റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പാലപ്പം നിങ്ങൾക്ക് ഒരുപാട് മൊരിയിച്ചെടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അങ്ങോട്ട് മൊരിയിച്ചത് ഇഷ്ടമാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിത് ചിക്കൻ കറിയുടെ ഒപ്പം മുട്ടക്കറിൻ്റെ ഒപ്പം വെജിറ്റബിൾ കറിൻ്റെ ഒപ്പം ഒക്കെ സെർവ് ചെയ്യാം. അപ്പോൾ ഞാനിന്ന് ഒരു ഗ്രീൻ പീസ് മസാല വെച്ചിട്ടാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള നമ്മുടെ ഈ ഒരു പാലപ്പം നിങ്ങൾ തീർച്ചയായിട്ടും
ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.